ഹലോ ഫ്രണ്ട്സ്, ഇന്നെൻ്റെ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം 30 ദിവസമായി. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നെയാണ് ഡോക്ടറെ പോയി കാണുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എൻ്റെ ഹെയർ ഒരു 50% ഷെഡ് ആയിട്ടുണ്ട്. വെച്ച ഒരു എൻ്റെ ഞാൻ പ്രീവിയസ് വീഡിയോയും ഈ വീഡിയോ നോക്കിയാൽ മതി. ഇവിടെ എല്ലാം നല്ല ഗ്യാപ്പ് വന്നു. അപ്പോൾ ഈ നിൽക്കുന്ന മുടിയെല്ലാം പൊഴിഞ്ഞു പോലുള്ള മുടിയാണ്. അപ്പോൾ അത് പൊഴിഞ്ഞു പോയിട്ടേ നമുക്ക് ആദ്യം തൊട്ട് നല്ല ഗ്രോത്ത് കിട്ടത്തുള്ളൂ. ഏകദേശം ഒരു 2 മാസം എടുക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്, ഡോക്ടർമാർ പറയുന്നു. അപ്പോൾ 2 മാസത്തിനകം നമുക്ക് നല്ല ഒരു ഇതെല്ലാം പൊഴിഞ്ഞു പോയിട്ട് ഒരു ഗ്രോത്ത് വരും. അപ്പോൾ അതിന് ഈ സംഭവം എല്ലാം, ഈ നിൽക്കുന്ന മുടികളെല്ലാം പൊഴിഞ്ഞു പോകണം. എനിക്ക് നോക്കിയാൽ അതിൻ്റെ ഹെയർ ലൈൻ വരെ നല്ലപോലെ വെച്ചതല്ല, കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നല്ല പൊഴിച്ചിലുണ്ട്. അതിൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം 2 PRP എൻ്റെ കഴിഞ്ഞായിരുന്നു. ഇനി 3ാമത്തെ PRP ആണ്. അത് വരുന്ന ഈ മാസം അവസാനമാണ്. PRP ചെയ്തിട്ട് അത്യാവശ്യം നല്ല എഫക്റ്റ് ഉണ്ട്. ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നല്ലപോലെ PRP ചെയ്തിട്ട് കിളുക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസം കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മിനോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ മിനോക്സ് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ രാവിലെയാണ് ചെയ്തത്, 2 ദിവസം മുന്നാണ് തുടങ്ങിയത്. ഞാൻ രാവിലെയാണ് അപ്ലൈ ചെയ്തത് 0.5 മില്ലി വെച്ച്. അപ്പോൾ അത് വേറെ എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും അത് യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇത്രയാണ് എൻ്റെ ഈ ഒരു 30 ദിവസത്തെ എൻ്റെ ഒരു ഹെയറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. റിസൾട്ടൊന്നും കാര്യമായിട്ട് ഇപ്പം കാണാൻ പറ്റത്തില്ല. അത് ഞാൻ എൻ്റെ തുടർന്നുള്ള വീഡിയോസിൽ ഈ ചാനൽ വഴി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അത് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് എൻ്റെ ഹെയറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട്സ് എൻ്റെ ഈ ഒരു, നോക്കിയാൽ മതി. ഇവിടെ എല്ലാം നല്ല ഇനി ഗ്രോത്ത് വരാനുള്ളതാണ്. ഗ്രാജുവലി ഇവിടെ എല്ലാം നല്ല തിക്നെസ്സും ഗ്രോത്ത് വരും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നൊന്ന് കാണുക, നല്ല ഗ്രോത്ത് വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.